ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് E415 എന്ന് പേരുള്ള ഒരു കെമിക്കലിനെ കുറിച്ചിട്ടാണ്. ഈ കെമിക്കലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം മറ്റൊരു കെമിക്കലിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ പേര് E100 എന്നാണ്. അതായത് യൂറോപ്യൻ നമ്പറിംഗ് സിസ്റ്റം പ്രകാരം E100 എന്ന് പേരുള്ള ഈ കെമിക്കൽ നിങ്ങൾ എല്ലാ ദിവസവും സാമ്പാറിലും അവിയലിലും പുളിശ്ശേരിയിലും തോരനിലും എല്ലാതരം ആഹാരം കുക്ക് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇത് പോളിഫിനൈൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു കെമിക്കലാണ്. ഈ കെമിക്കലിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായി പിന്നെ പറയാം. പക്ഷേ ആദ്യം 415 പറ്റി സംസാരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ കണ്ടത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ മൂവ്മെൻറ്റ് ഓൺ ഒരു ഇൻസ്റ്റാഗ്രാമാണ്, ഒരു സാത്വിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സാത്വിക് യൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്കൂളാന്തരം കയറി പലതരത്തിലുള്ള കെമിക്കലുകളും കാര്യങ്ങളും കുട്ടികൾക്ക് അവയർനെസ് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയുടെ എനിക്ക് വീഡിയോ കാണിക്കാൻ നിവർത്തിയില്ല. തൽക്കാലം ഞാൻ എൻ്റെ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം, നിങ്ങളൊന്ന് കേട്ടു. അവർ ആ കെമിക്കലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ കലക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെല്ലാം അത് കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും അവർ കാണിക്കുന്നത് വളരെ ഗൂയി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടി വലിയുന്ന കഞ്ഞിപ്പശ പോലെയുള്ള ഒരു കെമിക്കൽ കുട്ടികളെ എടുത്ത് കാണിക്കുന്നു. ഇതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ടൊമാറ്റോ സോസ് വളരെ തിക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ടൊമാറ്റോയുടെയൊക്കെ ചിത്രങ്ങൾ അതിൻ്റെ പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന E415 എന്ന് പറയുന്ന ഈ കെമിക്കലാണെന്നും അതുകൊണ്ട് ഇത് യൂസ് ചെയ്യരുതും എന്ന് പറഞ്ഞാൽ അവർക്കൊരു അവയർനെസ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ പോയി ക്ലാസ് എടുക്കുന്ന വീഡിയോകളാണ് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് ഇന്ന് പറയണം എന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇതിന് പറയുന്ന ഒരു കാര്യമാണ് ഫിയർ മോങ്കറിങ് അല്ലെങ്കിൽ ഭീതി വ്യാപാരം എന്ന് പറയുന്നത്. അതായത് ശരിക്കും പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതല്ല, പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ കുട്ടികളെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കുട്ടികളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ കെമിക്കലുകളോടുള്ള ഒരു ഭീതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ E415 എന്ന് പറഞ്ഞാൽ? യൂറോപ്പിൽ പല കാര്യങ്ങൾക്കും നമ്മളൊരു പ്രത്യേകതരം നമ്പറിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം പ്രകാരം 415 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ് ഇത് ഒരു സ്റ്റെബിലൈസർ, ഇമൽസിഫയർ, ഈ പറയുന്ന റേഞ്ചിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു നമ്പറാണ് ഈ 415 എന്ന് പറയുന്നത്. എന്താണിത്? ഇതിന് സാന്തോൺ ഗം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനകത്ത് വരുന്നത്. ഇതെങ്ങനെയാണ് എന്താണ് ഈ പറയുന്ന രാസവസ്തു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാക്ടോബാസിലസും അതുപോലെ തന്നെ വേറെ ചില ഇപ്പോൾ യോഗട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ചില ബാക്ടീരിയയൊക്കെ കൊടുക്കും. ഈ പാലിനെ പുളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് തൈര് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നത്. ആ തൈര് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ധാരാളം ഫെർമെൻറ്റഡ് ഫുഡ് കഴിക്കാറുണ്ട്. ഇപ്പോൾ കമ്പൂച്ച അതൊരു ഫെർമെൻറ്റഡ് ഫുഡാണ്. പലതരം ഫെർമെൻറ്റഡ് ഫുഡ് കഴിക്കാറുണ്ട്. അതിലൊന്നാണ് തൈരെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പോളിസാക്രൈഡ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്ലൂക്കോസിനെയോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഷുഗറിനെ ഒരു ബാക്ടീരിയ ഉപയോഗിച്ച് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ സാന്തോൺ ഗം എന്ന് പറയുന്നത്. ഇത് ഫുഡിൽ സാധാരണ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു അഡിറ്റീവാണ്. എന്തിനാണ്? സ്റ്റെബിലൈസ് ചെയ്യാൻ, എമൽഷൻ ഉണ്ടാക്കാൻ. ഇപ്പോൾ മയണൈസ് എന്ന് പറയുന്ന ഒരു എമൽഷനാണ്. എണ്ണയും അതുപോലെ തന്നെ ആ മുട്ടയുടെ ലിക്വിഡും കൂടെ ചേർന്നിട്ട് എമൽസിഫൈ ചെയ്യുന്നൊരു സംഭവമാണ് മയണൈസ്. അതുപോലെ സാലഡിൻ്റെ ഡ്രസ്സിങ്ങിനായിട്ടും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സാന്തോൺ ഗം എന്ന് പറയുന്നത്. അപ്പോൾ സാന്തോമോണസ് ക്യാമ്പസ്റ്റസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് ഈ ഗ്ലൂക്കോസിനെ എല്ലാം ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്ന ഈ സാധനം പണ്ട് മുതൽ തന്നെ ഫുഡ് പ്രോഡക്ട്സിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് യാതൊരു ദോഷഫലങ്ങളുമില്ല. ഇത് എടുക്കുന്നത് തന്നെ യൂഷ്വലി മരങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് എടുക്കുന്ന ഒരു രീതി തന്നെയാണുള്ളത്. അതിനുശേഷം അവർക്ക് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള എമൽസിഫയർ ഉപയോഗിക്കുകയാണെങ്കിൽ പാക്കറ്റിൻ്റെ പുറത്ത് കൃത്യമായി ഡിസ്പ്ലേ ചെയ്തിരിക്കണം E415 ആണെന്ന്. അതാണ് നമ്മളവിടെ കണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ സാലഡ് ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ കോൺ ഫ്ലവർ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് സൂപ്പിനൊക്കെ കട്ടി കൂട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാര്യം സൂപ്പിനകത്തൊക്കെ നമ്മളൊന്ന് സ്റ്റെബിലൈസ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിനകത്ത് മുകളിലിടുന്ന ഗ്രാമ്പുവോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈസ് പോലെയുള്ള പൊടികളോ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടക്കില്ല. അതെടുത്ത് കുടിക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് അളവിൽ ആഡ് ചെയ്യുന്നതാണ്. ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ 0.1 to 0.5% ആഡ് ചെയ്താൽ പോലും വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല തിക്കായിട്ടുള്ള വിസ്കസ് ആയിട്ടുള്ള ഈ കഞ്ഞിവെള്ളം പോലത്തെ ഒരു സൊല്യൂഷനായിട്ട് മാറും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് എഡിബിളാണ്, അത് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ് ആയാലും FDA ആയിരുന്നാലും എല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്
ഒരു ഡെയിലി ഇൻടേക്ക് എത്രയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് റെക്കമെൻഡേഷനൊന്നും പറയുന്നില്ല. കാര്യം അങ്ങനെ ചെറിയ അളവിലൊന്നും കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ലാത്ത ഒരു സംഗതിയാണ് എന്നുള്ളത് ധാരാളം പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 415 എന്ന് കേൾക്കുമ്പോഴും കെമിക്കൽ ആണ് കലക്കി തരുന്നതെന്ന് കേൾക്കുമ്പോഴും ആവശ്യമില്ലാതെ പേടിക്കാം എന്നല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ആദ്യം പറഞ്ഞ ഈ 100 എന്താണ് എന്ന് നോക്കാം. ഈ 100 എന്ന് പറഞ്ഞാൽ പോളിഫിനൈലായിട്ടുള്ള IUPAC ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഈ വസ്തു എന്ന് പറയുന്നത് കുർക്കുമിൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. സാധാരണ നമ്മുടെ മഞ്ഞൾ എന്ന് പറയുന്ന സാധനത്തിനകത്തുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ 100 എന്ന് കണ്ടു കഴിഞ്ഞാൽ മഞ്ഞളിൻ്റെ മഞ്ഞ നിറം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും വലിയ മാരകമായ കെമിക്കൽ ഉണ്ടെന്നല്ല. നമ്മളെന്നും കറിയിൽ ചേർക്കുന്ന അവിയലിലും സാമ്പാറിലും പുളിശ്ശേരിക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന ആ ഒരു വസ്തു തന്നെയാണ് മഞ്ഞളിനകത്തുള്ളത്. അപ്പോൾ അതതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പേരോ ഒരു അക്ഷരമോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്പറോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അനാവശ്യമായി പേടിക്കേണ്ട കാര്യമില്ല. ഈ 415 എന്ന് പറയുന്നത് വളരെയധികം അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നല്ലാതെ സാധാരണഗതിയിൽ ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സാത്വിക് മൂവ്മെൻ്റൊക്കെ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്തെങ്കിലും കണ്ട് ചുമ്മാ അനാവശ്യമായി പേടിക്കാതല്ല, ഒരു ഫോബിയല്ല വേണ്ടത്. കൃത്യമായി പേടിക്കേണ്ട സാധനങ്ങളുണ്ട്. ചില കെമിക്കൽസ് ഒരു പർട്ടിക്കുലർ ഡോസിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ ദോഷകരമായിട്ടുള്ള മാരകമായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. അതിനെ സൂക്ഷിക്കണം, അത് ഉപയോഗിക്കാൻ പാടില്ല, അത് മാറ്റിവെക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പേര് കണ്ടിട്ട് ഉടനെ ഈ 100 എന്നോ 415 എന്നോ ഒക്കെ കണ്ടിട്ട് അത് വലിയ മാരകമാണ് കെമിക്കലാണെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കെമിക്കലിനോട് ആവശ്യമില്ലാത്ത പേടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ പീരിയോഡിക് ടേബിൾ പോലും പഠിക്കേണ്ടാത്ത അവസ്ഥയിൽ നമ്മൾ കൃത്യമായി കെമിക്കലുകൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. തുടർന്ന് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണുന്നവരെ ബൈ.